ഹലോ നമസ്കാരം, ഇത് വിജേഷ് തൃപ്പൂണിത്തുറയാണ്. ഇന്നൊരു റിമോട്ടൊന്നും ഒരിക്കലും ഒരു സർവീസ് സെൻ്ററിലും കൊണ്ടുപോയി റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതെങ്ങനെയെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഒരു സർവീസ് സെൻ്ററിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിലവിൽ ഇതിൻ്റെ ബാറ്ററി ഇതിലിരുന്ന് ചീത്തയായി പോയതുകൊണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ ബാറ്ററിയുടെ ഉള്ളിലൊരു ആസിഡാണല്ലോ, ആസിഡ് ഒരുപാട് നാൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആസിഡ് ഫോം ചെയ്യും പുറത്തേക്ക്. അങ്ങനെ അത് മുഴുവനും പുറത്തിറങ്ങി ഈ ബോർഡ് ഡാമേജ് ആക്കിയിരിക്കുകയാണ്. ശരിയാക്കാൻ പറ്റാൻ ചാൻസ് കുറവാണ്, എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാണാം. ഇതൊരു ഓപ്പണറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ അഴിക്കുന്നത്. ഇത് വെച്ച് നമ്മളിതിൻ്റെ 2 പീസാണത്. അതിനകത്തൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കത് ചെറിയൊരു ലോക്ക് ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. ആ ലോക്ക് നമ്മൾ പൊട്ടിക്കുകയല്ല, നമ്മളത് റിലീസ് ചെയ്തെടുക്കുകയോ ചെയ്യണം. അതൊക്കെ റിലീസ് ചെയ്തെടുത്താൽ മതി. ഇതുപോലുള്ള വർക്കുകളെല്ലാം സർവീസ് സെൻ്ററിൽ പോകണമെന്നൊന്നുമില്ല, നമുക്ക് തന്നെ അഴിക്കാവുന്നുള്ളൂ. എല്ലാവരും ചെയ്യാറുണ്ട്. ഇവിടെ വരുന്ന മിക്കതും അഴിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ റിപ്പയർ ചെയ്ത് കൊടുക്കാറുള്ളത്. കഴിഞ്ഞ് പോകുന്നു. റിമോട്ടിന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ട ഒരു തകിട് വെച്ചിരിക്കുകയാണ് വെയിറ്റ് കിട്ടാനായിട്ട്. നമ്മളെടുത്ത് നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. ഒറിജിനൽ സാധനമെന്ന് പറയും. ബാറ്ററി വാട്ടർ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. സോറി. മൊത്തം തുരുമ്പ് പോലെയാണ്. ഒരു വേസ്റ്റ് തുണിയാണ്, വൈറ്റ് വേസ്റ്റ്. വളരെ ചെറിയ അനുപാതത്തിൽ ടിന്നറാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിലുള്ള തുരുമ്പൊക്കെ ഒന്ന് ഇതിനകത്ത് ആകെ പൊടിയെല്ലാം പിടിച്ച്, വെള്ളവും പൊടിയൊക്കെ പിടിച്ചിട്ട് ബാറ്ററി വാട്ടറിൻ്റെ ആസിഡും ഇതെല്ലാം കൂടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് അതിനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ കോണ്ടാക്റ്റിലൊക്കെ തുരുമ്പുണ്ടോ, എന്തെങ്കിലുമൊക്കെ നനഞ്ഞിരിപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. സാധാരണ രീതിയിൽ വെള്ളമൊക്കെ ഗ്ലാസ്സിൽ നിന്നൊക്കെ തട്ടി മറിഞ്ഞ് വീഴുമ്പോൾ അതൊക്കെ കയറുമ്പോഴാണ് ഇതെല്ലാം കംപ്ലൈൻ്റ് ആവുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ചെക്ക് ചെയ്യണം മൊത്തം. എന്നിട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കോണ്ടാക്റ്റ് ഒരു ഷീറ്റാണ്. ആ ഷീറ്റാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. നമുക്കതൊന്ന് ഇതിലൊക്കെ ആ ബാറ്ററി വാട്ടർ ഇറങ്ങിയതിൻ്റെ ഒരു അഴുക്കാണ് മൊത്തം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. അത് മുഴുവനായിട്ട് അത് പോയില്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നമുണ്ടാക്കും. നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് അത് മൊത്തം വൃത്തിയായിട്ട് തുടച്ച് മാറ്റണം. ഇതിൻ്റെ സെൻസറൊക്കെ വെച്ചിട്ട് ലൂസാക്കിയിട്ടുണ്ട്.
ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. റെഡ് ലൈറ്റ് കത്തി നിൽക്കുവാണ്, അതായത് ഇത് വർക്കിംഗ് അല്ല. കോണ്ടാക്റ്റ് എല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ വർക്കിംഗ് ആണ്. റിമോട്ടിൻ്റെ വർക്ക് ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ക്യാമറയിൽ നോക്കുമ്പോൾ ക്യാമറയിൽ LED ഇത് ലൈറ്റ് അടിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് ചെക്ക് ചെയ്യാറുള്ളത്. റിമോട്ട് ചെക്കറൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതിന് മുമ്പ് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഈ പാഡെല്ലാം ചീത്തയാണ്, ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊന്ന് പതുക്കെ 2 തുണി വെച്ച്, ഒരു തിന്നർ ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള നല്ല വൃത്തിയുള്ള തുണിയുമായിട്ട് നമ്മൾ തുടച്ചത് വൃത്തിയാക്കിയിട്ട് വേണം കയറ്റാനായിട്ട്. അല്ലെങ്കിൽ അത് വീണ്ടും പണിയായി മാറും. സംഭവം ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സർവീസ് സെൻ്ററിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ട്രിക്സുമായിട്ട് ഇനിയും നമുക്ക് കാണാം. താങ്ക് യു. ഇത് വിജേഷ് തൃപ്പൂണിത്തുറ. താങ്ക് യു.